ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രമിക്കുന്നു കണ്ണൻ ഗെയിമിംഗ് എന്ന് പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് ജൂറാസിക് പാർക്ക്. എടി ഇതിൻ്റെ പേരിനട മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക്. സോറി, ജൂറാസിക് പാർക്ക് ഇതെനിക്ക് തെറ്റിപ്പോണ് ഗൈസ് ഈ പേര് പറയും തോറും. അത് പിന്നെ കുഴപ്പമില്ല, പിന്നെ ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം, നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും ഞാൻ. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളൊന്ന് കുറച്ചിരുന്ന് ഗ്രൈൻഡൊക്കെ ചെയ്തായിരുന്നു. അതൊന്നും പിന്നെ നോക്കണ്ട, അതാണ് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ട ഇപ്പോൾ 725 രൂപയുണ്ട്. ഓ മാൻ, വിഷയം. ഇന്ന് നമ്മൾ റാപ്റ്റർ ആയിട്ടല്ലേ കളിക്കാൻ പോണം. ഓ സന്തോഷമായൊരു വർത്താനാണ് ഗൈസ്. ഇതെന്ത് ചെയ്തു ഗൈസ്? ഓ ഇതിനൊക്കെ മേടിക്കണം നമുക്ക്. $1000 ഗൈസ്. അപ്പോൾ നമ്മളിതിന് അടുത്ത എപ്പിസോഡ് മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് കളിക്കുന്നതാണ്. ഓ മിണ്ടാതിരി ജന്തു. ഇന്ന് പക്ഷെ നമുക്ക് ഇത് കണ്ട ഗൈസ്. ഓ അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെ വെച്ച് കളിക്കാം ഗൈസ്. ഓ കണ്ട അടിപൊളി. ഇന്ന് ഇതിനെ വെച്ച് കളിക്കാം നമുക്കപ്പോൾ. അപ്പോൾ സ്റ്റാർട്ടായിട്ട് വരട്ടെ, അതൊരിക്കലും ഒരു ചിന്ന ബ്രേക്ക്. അപ്പോൾ ഗൈസ് നമ്മളിതാ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് നമ്മുടെ ചെറുക്കൻ. ഇവനെ വെച്ചിട്ട് ഞാൻ കളിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. ഞാൻ ഒരു പച്ചക്കറി തിന്നണ മോബിനെ വെച്ചാണ് കളിക്കുന്നത് ഗൈസ്. പച്ചക്കറിയല്ല, പുല്ല് തിന്നണം. പക്ഷെ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാംസ ബുക്കായിട്ട് തോന്നത്തുള്ളൂ. പക്ഷെ പച്ചക്കറി തിന്നത് നമ്മളിന്ന് മെയിനായിട്ട് എന്തിനെങ്കിലും കൊന്ന് നമുക്കിന്ന് 1000 രൂപ സെറ്റാക്കണം ഗൈസ്. എന്നാലേ നമുക്ക് അടുത്ത ദിവസം പറക്കണ ജന്തുവായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പറക്കണ ജന്തുവായിട്ട് കളിക്കാൻ നേരത്ത് നമ്മളെ ലെവലും മാറും ഗൈസ്. ഇപ്പം രാവിലെയാണ്, അല്ല റിയൽ ലൈഫ് രാവിലെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ബീച്ച് സൈഡിലാണ് നിൽക്കണമെന്ന് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. മറ്റേവൻ എൻ്റെ പൊന്ന് ഗൈസ്. പിന്നെ നമ്മൾ എന്നത്തെയും പോലെ ഇവൻ ചത്ത് കഴിയാൻ നേരത്തെ നമ്മുടെ വീഡിയോ ഉണ്ടാക്കുന്നതാണ് ഗൈസ്. നമുക്ക് അടുത്തായിട്ട് പോകണ്ട ഗൈസ്. അടുത്തായിട്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്നെ മെഴുകിക്കളാം ഗൈസ്. ഇവിടെ എന്തൊരു സാധനം അവിടെ നിന്ന് ഓടി വന്നു. വേണ്ട ഓടിക്കും. ഇവിടെ നമുക്ക് നൈസായിട്ട് വിടാം, അല്ലെങ്കിൽ നമ്മളെ മെഴുകിക്കളയുമാരെല്ലാം കൂടിയിട്ട് വട്ടത്തിട്ട് കൊന്ന് കോല പിടിച്ച് കളയും നമ്മളിവിടെ നിന്ന് പതിയെ ഓടി രക്ഷപ്പെടുന്നുണ്ട് ഗൈസ്. ഫുഡൊന്നുമില്ല ഗൈസ്. ഒന്നുമില്ല. ഞാൻ ഈ മാപ്പ് എവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ മാപ്പിൻ്റെ ഇവിടെയാണ്. ഇന്നെത്താനാണ് ഗൈസ് ഇവിടെ ഞാൻ. ഇന്ന് ഏതായാലും ഞാനൊരു മൊബൈനെ കൊന്ന് ഞാൻ അതിനൊക്കെ അടുത്ത എപ്പിസോഡിൽ മേടിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ ചിലപ്പോൾ ഒരു ഗ്രൈൻഡിങ്ങിന് സാധ്യതയുണ്ട്. ടീറക്സ് ഗൈസ് ഇതിൻ്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീർന്നു ഗൈസ്. എൻ്റെ ജന്മത്തെത്തില്ല. പക്ഷെ ഓടി തോപ്പിക്കാൻ പറ്റും തോന്നല്ലേ ടീറക്സിനെ. ടീറക്സ് ആണ് ഗൈസ്. എടി ഇവൻ ഈ വെള്ളത്തിലിട്ട് അങ്ങോട്ട് പോകണം ഗൈസ്. വെള്ളം കുടിക്കാൻ വേണം. ഓ ടീറക്സിനൊക്കെ വെള്ളം കുടിക്കണമെന്ന് നല്ല ആഴത്തിലിട്ട് പോകണമല്ലേ. ടീറക്സിൻ്റെ ഒക്കെ ഒരു വിധി എന്ന് ഓർത്ത് ഗൈസ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും ഇല്ല വാട്ടറും ഇല്ല. പക്ഷെ നല്ല റെയിൻ ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മൾ സൗണ്ട് ഓഫ് ആക്കി ഇട്ടിരിക്കണ കാരണം അതിൻ്റെ ഒച്ചയൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അത് കാരണമാണ് ഞാനിപ്പോൾ സൗണ്ട് ഓഫ് ആക്കി ഇട്ടിരിക്കുന്നത്. ഇത് മറ്റേ റാപ്റ്ററിൻ്റെ കൂടിയ സാധനം ഗൈസ്. ഇതിനൊക്കെ നമ്മളിട്ട് കളിക്കുന്നതാണ്. റാപ്റ്ററിൻ്റെ എന്തോ കൂടിയ സാധനമാണത്. അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ മെഴുകും നമ്മളാ. നമുക്കപ്പോൾ കരയിലായിട്ട് കയറാം. ഈ പുല്ലിൻ്റെ അകത്ത് കയറി വെച്ച് ഇവിടെ വല്ല പുല്ലുണ്ടോ ഗൈസ്? ഇവിടെ ഒന്നും പുല്ലില്ല ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഈ വലിയ പുല്ലിൻ്റെ അകത്ത് കയറി ഒന്ന് വിളിച്ചിരിക്കാം കുറച്ചേരം. അതാകുമ്പോൾ സ്റ്റാമിന കൂടും. സ്റ്റാമിന കൂടിക്കഴിയാൻ നേരത്ത് നമുക്ക് പിന്നെ എളുപ്പമാണ് ഗൈസ്. എളുപ്പത്തിൽ അങ്ങോട്ട് പോകാം. ഇപ്പോൾ സ്റ്റാമിന കൂടുന്നവരൊക്കെ നമുക്ക് വല്ല വർത്താനമൊക്കെ പറയാം. പിന്നെ എങ്ങനെയുണ്ട് എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചില്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട്. പിന്നെ മഴക്കാലമൊക്കെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് വീട്ടിൽ അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കി. എൻജോയ്. പിന്നെ നമ്മുടെ ഈ അടുത്തൊരു വേറൊരു ഗെയിം ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. സ്റ്റാമിന ഫുള്ളായിട്ടുണ്ട്. എഴുന്നേറാ മോനെ. എഴുന്നേറാ. സ്റ്റാമിന ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗെയിം നോക്കണുണ്ട്. അപ്പോൾ നിങ്ങൾ പറ ഏത് ഗെയിം കളിക്കണമെന്ന്. എനിക്ക് ഉറപ്പില്ല. നല്ല നമുക്ക് ചാനൽ ഇടാൻ പറ്റിയൊരു ഗെയിം വേണം. അല്ലാതെ വലിയ പൂലത്തിങ്കൾ സീത നല്ലു യുദ്ധത്തിങ്കൾ രാമൻ നല്ലു പൂലത്തിങ്കൾ സീത നല്ലു കൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. എടാ ഒരു റൗണ്ടും കൂടി നമുക്ക് കളിക്കാം കേട്ടോ ഗൈസ്. നമുക്ക് ഒരു റൗണ്ടും കൂടി കളിക്കാം ഗൈസ്. നമ്മളിതാ വന്നിട്ടുണ്ട്. എവിടെയാണ് സ്പോണായിരിക്കണത്? ആരാത്?
ഗൈസ് നമുക്ക് ഫുഡിനുള്ളതായെന്ന് തോന്നുന്നത്. നമ്മൾ ഇവിടെയായിട്ടാണ് ഗൈസ് സ്പോണായത്. പല സ്ഥലങ്ങളിലായിട്ട് സ്പോൺ ആകുന്നുണ്ട് കേട്ടോ ഗൈസ്. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് തന്നെയാണ് നമ്മൾ സ്പോണായി കൊണ്ടുവന്ന് വെച്ചത്. നമുക്ക് ഫുഡ് ഓടുന്നു നമ്മുടെ ഇവന്മാരൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കിട്ടുകയെന്ന് അറിഞ്ഞൂടെ. നമുക്ക് 3000 രൂപ ഗൈസ്. 1000 രൂപ നമുക്ക് 1000 രൂപ സെറ്റാക്കണം. പിന്നെ ഞാൻ ആലപ്പുഴക്കാരനാണ്, അല്ലാതെ തൃശ്ശൂർ ഭാഷയൊന്നും എനിക്ക് വരത്തില്ല. ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയല്ലേ സാറേ, എല്ലാ ഭാഷയും ഉപയോഗിക്കേണ്ടി വരില്ലേ. ഇവന്മാരെ മുഴുവനും അടിച്ചു തുറക്കണം. മുഴുവനും അടിച്ചു തുറക്കണം. എവിടെ നില്ലടാ കൂട്ടാ. കടി കയറി കടിച്ചിട്ടുണ്ട്. ചാഗ്. ഇവന്മാരെ അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പൊ ചാവും. ചത്തു ഗൈസ്. യെസ് ചത്തു. നമ്മളങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് അടിക്കണം. ഫുഡും വാട്ടറും വേണം. നമുക്ക് കുറച്ച് ഫുഡ് അടിക്കാം ആദ്യം. ഇപ്പോൾ ഞാൻ ഫുഡ് അടിച്ചും വരാം. അതുവരെയ്ക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വയറ്റിലോട്ടൊക്കെ ഫുഡ് ഇടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് കഷ്ടപ്പാടാണെന്ന്. അപ്പോൾ നിങ്ങൾ പോയി കുറച്ച് നേരം ഫുഡ് അടിക്കണ സ്പീഡിൽ കണ്ടുവെച്ചുമ്പോൾ അപ്പോൾ ഓക്കെ ആയില്ലേ. സ്പീഡിൽ കണ്ടുവെച്ചുമ്പോൾ ഇവൻ്റെ ഫുഡ് സെറ്റായിട്ടുണ്ട്. അയ്യോ പിന്നെ അല്ല ഞാൻ ഫുഡ് കഴിക്കേണ്ട ഇടയ്ക്ക് ഞാൻ അറിയാമെന്ന് കണ്ടതാണ് കേസ്. വെള്ളവും കൂടുന്നുണ്ട് കേസ് അതിൻ്റെ കൂട്ടത്തിൽ, ഫുഡ് കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ. അതെന്താ അല്ലേ. അയ്യോ എടാ ല്ലേ ഇവൻ്റെ അടുത്ത് നിന്നൊക്കെ നിൽക്കണതേ പണിയാണ് കേസ്. ഓടിക്കാം ഒന്നും നോക്കണ്ട, വളഞ്ഞോടിക്കൂ കേസ്. നമുക്ക് ഇതിൻ്റെ ഒന്നും മലയുടെ ഒന്നും മേളിൽ കയറാൻ പറ്റത്തില്ല കേട്ടാ. അതൊരു കുഴപ്പമാണ്. കണ്ടോ ഒരു സോണ് പോലെയാണ്. ഇത്രേ വരത്തുള്ളൂ നമ്മൾ. കുറച്ചൊക്കെ കയറാമല്ലേ. കുറച്ചൊക്കെ കയറാം. പക്ഷെ എങ്കിലും വലിയ മലയുടെ ഒന്നും മേളിൽ കയറാൻ പറ്റത്തില്ല. സങ്കടമായി ഗൈസ്, സാഡായി. നമ്മളിനി പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡ് കണ്ട ഗൈസ്. ഇവിടെ ഭയങ്കര വലുതായിട്ട് കിടക്കണ ഇതിപ്പോൾ ഞാൻ നിൽക്കണ ഐലൻഡ്. ഇവിടെ ഒരു ഐലൻഡ് കണ്ട. ഇവിടം വരെ നമ്മൾ ഓടിപ്പോകുന്നതാണ്. സ്റ്റാമിനയൊക്കെ കുടിച്ച് തീരുമിക്കോറും. അതൊന്നും നമ്മൾ സീനാക്കുന്നില്ല ഗൈസ്. നമ്മൾ ഏതായാലും ഓടി ചെല്ലാൻ പോവുകയാണ് ഏതായാലും. ഞാൻ ഈ ഗെയിമേഴ്സിനോട് കുറച്ചും കൂടി വന്നിട്ട് പറയണം, ഈ ഗെയിം ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാപ്പ് ഒരു ഇത്തിരി വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഉപകാരമാണ് കേട്ടോ. കാണിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പ് ഭയങ്കര ചെറുത്. ഈ മൂലക്ക് നമ്മൾ തൊട്ടാലേ വരത്തുള്ളൂ മാപ്പ്. കാരണം ഭയങ്കര ഇത്തിരി ഷോക്കാണ്. അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് എൻ്റെ പൊന്ന് ഗെയിം ഉണ്ടാക്കിയവരോട് കാല് പിടിച്ച് ഞാൻ പറയണേ. ഇതിൻ്റെ ഫുഡ് കുറഞ്ഞ് പെട്ടെന്നാക്കിത്ത നിങ്ങൾ. ഇത് ഭയങ്കര ഷോയാണ് ഈ ഫുഡ് ഇങ്ങനെ ഫുഡ് അടിച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പകുതി സമയം പോകണത് സത്യം പറഞ്ഞാൽ. വെള്ളം കുടിക്കാൻ പക്ഷേ അത്ര പാടില്ല ഗൈസ്. കണ്ട വെള്ളം കുടിക്കാൻ്റെ പകുതിപ്പാട് പോലും ഇല്ല ഫുഡ് അടിക്കേണ്ട. ഫുഡ് അടിക്കാൻ ഒരു മാസമെങ്കിലും എടുക്കും ഏതാണ്ട്. ഞാൻ കുറേ കട്ട് ചെയ്ത് കളയാനാണ് ഈ ഫുഡ് അടിക്കുന്നത്. വെള്ളം കയറാൻ താമസമായി വന്നിപ്പോൾ. പിന്നെ ഓക്സിജൻ പോകുന്നു. ഇത് കൂടുന്നു. നിങ്ങളെൻ്റെ സ്വിച്ചിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഗൈസ്. വെള്ളം ആവശ്യത്തിനായിട്ടുണ്ട്. വെള്ളം പോണ എല്ലാ ആവശ്യത്തും ഉണ്ട്. നമുക്ക് മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. നമുക്ക് ഇവിടം വരെ ഓടണം ഗൈസ്, അതാണ് ടാസ്ക്. പിന്നെ ഇവിടെ മറ്റേ ആ ജന്തു ഉണ്ട് ഗൈസ്, സ്പൈനോസോറസ് ഉണ്ട്. പൈനോസോറസ്, പമ്പാസോറസ്, പനാസോറസ്. ഓട്. മതി. വെള്ളം കുടിച്ചാൽ മതി. പോക്കോ. ഇനി നമുക്ക് പോകാം. ഇവിടെ കരണ്ട് പോയി ഗൈസ് ചെറുതായിട്ട്. ഗൈസ് ഈ മഴ സമയത്ത് നിൻ്റെ ഭംഗി നോക്കാം അല്ല ഞാൻ ഇരിക്കണേ ഇവിടെ. ഇവിടെ മഴ സമയമാണ് നല്ല. പൈനോസോറസ് സ്മൈനല്ല അതിൻ്റെ പേരിനായിരുന്നു. തലേ പൂവൊക്കെ ഉള്ളൊരു ജന്തു. അതിനെനിക്ക് അറിയായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി ഗൈസ്. പക്ഷേ ഇടക്കിടക്ക് ഈ നാക്ക് കുഴഞ്ഞുകൊണ്ട് അതെന്താണോ എന്തോ പ്രായമായിട്ടായിരിക്കുമല്ലേ. നമ്മൾ എന്നത്തെ പോലെ പിന്നെയും ബീച്ച് സൈഡിൽ എത്തിയിരിക്കുന്നു. അയ്യോ ഇവിടെ സ്റ്റാമിന പോടിയവൻ്റെ. നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അവന് സ്റ്റാമിനയൊക്കെ കൊടുക്കാം. ആ ജന്തുവിനെ കൊല്ലുന്നവരെയും എനിക്കൊരു സമാധാനം ഇല്ല. സ്റ്റാമിന പെട്ടെന്ന് കയറി. സ്റ്റാമിന ഇങ്ങനെയൊക്കെ ശോകമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ. കറണ്ട് വന്നു ഗൈസ്. ഞാൻ ഫോണിൽ ചാർജിൽ കുത്തിയിട്ടാണ് കളിക്കണത്. മഴയില്ല പക്ഷെ എങ്കിലും ഇപ്പം തന്നെ ഒരു 10-20 വട്ടമെങ്കിലും കറണ്ട് പോയി കാണും. കറണ്ടിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുക വരിക ഗൈസ്. നമ്മളതാ അടുത്ത് യെസ് ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അവനെ കൊന്നു കഴിയാൻ നേരത്ത് നമുക്ക് ക്യാഷും കിട്ടും. വേറെ ആരുടെങ്കിൽ നിന്ന് അടിയും മേടിച്ച് ചത്തിട്ട് വേണം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വരാൻ. ഇപ്പം തന്നെ നമ്മുടെ എപ്പിസോഡ് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു.
എന്തോ 12 മിനിറ്റ് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഓ നമ്മൾ ബീച്ച് സൈഡ് വന്നു ഗൈസ്. ബീച്ച് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വൈബാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ച് സൈഡാണ്. അടുത്തോട്ടൊരു പറക്കണ ജന്തുവിനെ മേടിക്കണം, എന്നാലേ നമുക്ക് ഈ ബീച്ച് സൈഡും എല്ലായിടും ഈ ഫുൾ സ്ഥലം ഒന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇതേ നമ്മുടെ ആള്, നമ്മുടെ ഇറക്കാൻ, ഇതേ നമ്മൾ പണിയാൻ പോണ ആള് ഇതേ അവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ചെന്നേച്ചും പണിയാം ഗൈസ്. ഇവിടെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ, പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. പറക്കണ ജന്തു കൊണ്ട് അളിയാൻ ഞാൻ പെട്ട്. ഇതേ ഇവിടെ പറക്കണ ജന്തുവിനെ ഞാൻ കണ്ടല്ലേ ഇപ്പം മേളിൽ. അതെ നിന്നേടാ മോനെ, എടാ പോകല്ലേ. ഇവിടെ പറക്കണ ജന്തുവിനെ ഞാൻ കണ്ടായിരുന്നു. അത് പറക്കണ ജന്തു വേണം. ഗൈസ് അവിടെ ഒരു പറക്കണ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലനാണ് ഗൈസ്. ഞാൻ ഇവിടെ എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കും ഞാൻ. അതും പറഞ്ഞ് വേണ്ടാതിനൊന്നും മനസ്സിൽ ആലോചിക്കല്ലേടേ. ദേ ഗൈസ് അവൻ ഇങ്ങോട്ടാണ് അവനത്. നമുക്ക് നൈസായിട്ട് ഇവനെ ചാടിക്കറി ഒറ്റ കടി അടിക്കാം. ചാടിക്കറി കടി. ഇവൻ ലേശം പൊക്കം കൂടുതലാണെന്ന് തോന്നുന്നു. അത് ഇവന് പൊക്കം കുറഞ്ഞിട്ടാണെന്നും എനിക്കറിഞ്ഞൂടാ. ചിക് 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 ചിക്. ചാടിക്കറി കടി. ചാടിക്കടി. നൈസ്. ഇട്ടേ നമുക്കിനി സ്കോർ പറഞ്ഞിട്ടിരിക്കാം. അയ്യോ അതെന്താ? കണ്ട ചേട്ടക്കണം. ഇതെന്താ മണ്ണ് തിന്നാണാടാ നീ? നിനക്ക് എത്ര മണ്ണ്? 8 ഗൈസ്. നമ്മളങ്ങനെ 8 സെഞ്ചുറി അടിച്ചിരിക്കുന്നു. സെഞ്ചുറി അല്ല സോറി. അതെ 11 റൺസ്. അടുത്തത് വിഷയം. എടാ കടിയടാ കുട്ടാ നീ ഒന്ന്. ഇവൻ എന്നാടാ ഇവൻ ഭയങ്കര ശോകാണല്ലേ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കളിക്കാൻ 10 ചാടിക്കടി 7. ഇവൻ ഈ മണ്ണിൻ്റെ അടിയിലായിട്ട് കുടിഞ്ഞു. 19 വയസ്സ്. എൻ്റെ മോനെ കിടിലം കടിയാനായിട്ട് അടിച്ചത്. കറണ്ട് പോയി ഗൈസ്. പിന്നെ ഈ കറണ്ടിന് വരിക പോകുക മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പം ഏതാണ്ട കുറേ വെട്ടായി. ഞാനിവിടെ ഒന്നും നോക്കാതെ ഇവൻ അറ്റാക്കിന്ന് കൊന്നിട്ടേ പോകുള്ളൂ. കടി ഇത് കണ്ട ഗൈസ്. ഇവൻ മണ്ണിൻ്റെ അടിയിലായിട്ട് പോകുന്നുണ്ട്. ഇവനെ മണ്ണിൻ്റെ അടിയിട്ട് കുഴിച്ച് മൂടി ഞാൻ മിക്ക പറഞ്ഞു. ഇവൻ നിന്നൊന്നും ചെയ്യാത്ത എന്നാന്നറിയാവേ. ഇവൻ്റെ മുഖത്തിലേക്ക് വരാൻ പറ്റത്തില്ലല്ലേ നമുക്ക്. സ്റ്റാമിനയും തീർന്നു. എനിക്ക് വിറയും. ഇവൻ്റെ പേരിനെ മറന്നതല്ല. എനിക്ക് ലേശം മറവ് കൂടുതലാണെന്ന് തോന്നുന്നു. പ്രായമായോ ഉപ്പ? ഇവനൊരു പോറല് പോലും ആയിട്ടില്ല ഇത്ര നേരിട്ട്. ചാടിക്കൊന്ന് കടി. എടോ പിന്നെയും കറണ്ട് വന്നു ഗൈസ്. ഈ ഒരു ടെക് ഒരു വെച്ച കേട്ടാ, അത് കറണ്ട് വന്നതും പോണതുമാണ്. അത് കൂടിയ ടെക്നിക്കൊന്നും അല്ല. ഫോണിൽ ചാർജ് കയറാൻ നേരത്തും ഇറങ്ങാൻ നേരത്തും നമുക്ക് അറിയാൻ പറ്റും. കടി. ഒന്ന് കടിച്ച് കൊല്ലടാ അവൻ. എന്തെന്നാടാ നീ കാണിക്കണ ഗൈസ്. ഇവൻ്റെ മേത്തൊക്കെ ഏതാണ്ട് 2-3 പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ ഇത്ര നേരം. 10 റൺസ്. എൻ്റെ മോനെ പ്ലെയർ ആയിക്കൊണ്ടിരിക്കുന്നു. 14 റൺസ്. എൻ്റെ മോനെ കടേ. ഓടിച്ചല്ലടാ. എന്തെന്നാടാ സ്റ്റാമിന ഇല്ലാത്ത ബുദ്ധിയില്ലാത്ത തല വീർത്തവനെ. അവൻ നമ്മളെ തല്ല തിരിച്ചു വന്നാ. എന്ത് പൊക്കാണല്ലോ ഈ സാധനത്തിനൊക്കെ. ഇതിനൊക്കെ പക്ഷെ നമുക്ക് കളിക്കാൻ പറ്റില്ല ഗൈസ്. ഇതിനിട്ട് കളിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഒരു ഓട്ടോ വന്നുണ്ട്. ഗെയിമിൻ്റെ അകത്തല്ല കേട്ടെ, റിയൽ ലൈഫ്. ഞാനും മനുഷ്യനാണ്. അത് കാരണം നമുക്ക് റിയൽ ലൈഫിലെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഓട്ടോ കത്തിക്കും. ഞാൻ അങ്ങോട്ട് വന്ന 17 ഇവനിപ്പോൾ എന്തോരമുണ്ട്. ഇവനൊന്ന് അടിച്ചിട്ട് എന്തോ ഭീമാസോറസ് അങ്ങനെ എങ്ങാണ്ടാണ് ഇവൻ്റെ പേര് കേട്ടോ. 19 13 15 6. ഒന്ന് കടിയടാ. ഒന്ന് ചാകടാ. ഇനി കടിക്കണമെന്ന് പറയണ്ട, നമുക്ക് ചത്താൽ മതി എന്ന് പറയാം. ഇപ്പം ചാകും. ചാടിക്കടി. ചത്ത്. യെസ് ഗായ്സ്. 1050 രൂപ കിട്ടിയിരിക്കുന്നു. 1080 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. നമുക്ക് ഇവൻ്റെ ചന്തി മുതൽ കുഞ്ഞിപ്പിള്ളേർ കാണുന്നതാണ് ഗൈസ്. നമ്മളിങ്ങനെ അനധികൃതങ്ങളൊന്നും പറയരുത്. അപ്പോൾ ഫുഡ് കഴിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനോട് ചോദിച്ചാൽ നമ്മുടെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടെന്ന്. പിന്നെ പറയാണ്, ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനോട് നമ്മുടെ കൂടെ കളിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ PC-യുടെ അകത്തല്ല, മൊബൈലിൽ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കേണ്ട വല്ല ഗെയിം ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാം. വേണേൽ Among Us ഒക്കെ നമുക്ക് വേണേൽ കളിക്കാം. താല്പര്യമുള്ളവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റ ID തന്നെ ഇത് തന്നെയാണ്, കണ്ണൻ 123 എങ്ങാണ്ടാണ്
ഇൻസ്റ്റയിലെ പേര് ഞാൻ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് മാത്രമേ മറക്കാതെയൊക്കെ ഉള്ളൂ ഞാൻ. അതും തെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പം ഫുഡ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈപ്പെട്ട ഫുഡ് നല്ലോണം കയറുണ്ടല്ലേ. ഇത് എന്നോട് പൊട്ടിത്തെറിപ്പിക്കണം ഇവനെ. നീ വയസ്സ് കട്ടിച്ച് പൊറക്കണേടാ വയസ്സ്. നമ്മൾ ചോര പുഴയൊക്കെയാണേടാ. എടാ നീ ഇവൻ്റെ എവിടെ കിട്ടാടാ കടിക്കണ? എടി ഇവൻ്റെ തല എവിടെ? എടാ നീ ശേ നീ എവിടെടാ കടിക്കണം? എടാ വിറ നീ കഴുത്തുനിന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അവൻ കടിച്ച സ്ഥലം നിങ്ങൾ കണ്ട വയസ്സ്. നിങ്ങൾ കാണണ്ട കുഞ്ഞിപ്പിള്ളേർ ഇതേ പിന്നെ അവിടെ ചെല്ലാണ്. നമുക്ക് വേണേൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടിരുന്ന് കാണാം വയസ്സ്. ഇങ്ങനെ അവൻ അവിടെ നിന്ന് കടിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എന്നാൽ നീ നിങ്ങളുടെ നേരം തിന്നി. പാവം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇവനെ കൊന്നു. പക്ഷെ ഉണ്ടല്ലോ ഗൈസ്, ഇവൻ്റെ മേത്തെന്താ ഗൈസ് ഇങ്ങനെ വര ലോകത്ത് എവിടെയും കാണാത്തൊരു മാന്ത്രികതയാണ് നമ്മളെ കാണുന്നത്. ഒരു ജന്തു ചത്തു കഴിഞ്ഞുണ്ടല്ലേ, മറ്റേ ആരോ മാർക്ക് എനിക്ക് തോന്നുന്നു നമ്മളിനി അങ്ങോട്ട് പോകണമായിരിക്കുമെന്ന്. ഇതാ കാണുന്നതാണ് മുട്ടക്കുന്ന്. ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളിന്ന് പോകാൻ പോകുന്നത് മുട്ടക്കുന്നിലേക്കാണ്. നമുക്ക് വേണേൽ ഒരു സ്റ്റോറി ഇപ്പോൾ കാണിച്ചു തരാം കഴിച്ചു. ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു ഡിനോസർ ചത്ത് കിടക്കുന്നു. അതിൻ്റെ അടുത്തേക്കൊരു കുഞ്ഞു ഡിനോസർ ഓടി വരുന്നു. ആ കുഞ്ഞു ഡിനോസർ നോക്കാൻ നേരത്ത് അതിൻ്റെ മേത്തായി നാലാരോ. ആ ആരോയിൽ നോക്കി അങ്ങോട്ട് ആ ആരോയുടെ വശത്തേക്ക് നോക്കാൻ നേരത്താണ് കാലാണിതിൻ്റെ. ഇതെന്നെ ഇത് കാലി. അങ്ങോട്ട് നോക്കുമ്പോഴാണ് അതാ ഒരു മുട്ടക്കുന്ന്. ആ ഡിനോസർ ജീവനോട് മല്ലിട്ട് നിന്ന് പറയുന്നു, എടാ മതിയടാ. അപ്പോൾ അതിൻ്റെ തലയുടെ അടുത്തേക്ക് പോയപ്പോൾ ആ ഡിനോസർ പറഞ്ഞു, നീ മുട്ടക്കുന്നിലേക്ക് പോണം മോനെ. അവിടെ വലിയൊരു ജന്തുവുണ്ട്. അതിനെ കൊന്നാലേ നിനക്ക് രക്ഷപ്പെടാനാകൂ. കേട്ടതും ആ ഡിനോസർ പെട്ടെന്ന് അവിടുന്ന് പോയി ഓരോരുത്തർ വെള്ളം കുടിച്ചു അവിടെ പോകാമെന്ന് തീരുമാനിക്കുന്നു. മുട്ടക്കുന്നിലെ ആ ജന്തുവിനെ തോൽപ്പിക്കാൻ അവൻ ഒറ്റക്ക് കഴിയുമെന്ന് അവൻ്റെ കുഞ്ഞു മനസ്സിനെ അവൻ പറഞ്ഞ് ശരിയാക്കി വിട്ടു. പക്ഷേ ആ മുട്ടക്കുന്നിൽ ഇരിക്കാൻ പോകുന്ന അപകടം വളരെ വളരെ വലുതായിരുന്നു. ഗൈസ്, വീഡിയോ ലേശം ലോങ് ആയെന്നൊരു സംശയമുണ്ട്. ആ മുട്ടക്കുന്നിലെ അത്ഭുതം വളരെ വളരെ അത്ഭുതം നിറഞ്ഞ സ്ഥലമാണ് മുട്ടക്കുന്ന്. ഗൈസ്, ഇത്രയും നാളും മറ്റേ ഫുഡ് കഴിക്കാനായിരുന്നു ഇത്തിരി പാട്. ഇപ്പം നേരെ മറിച്ച് വാട്ടർ കുടിക്കാനായി ഇത്ര പാട്. കണ്ട ഇവന് മടുപ്പാണെന്ന് തോന്നുന്നു ഗൈസ് വെള്ളം കുടിക്കാൻ. എടാ മോനെ, വെള്ളം കുടിച്ചില്ലേ കിഡ്നി അടിച്ചു പോകുന്നുണ്ട്, അറിയാവോ? കിഡ്നി അല്ലേ എന്തെങ്കിലുമൊക്കെ അടിച്ചു പോകാൻ സാധ്യത. ഗൈസ്, ഇവന് ഈ വെള്ളം കുടിച്ച് വറ്റിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എടാ മോനെ മതിയടാ, നിർത്തടാ വെള്ളം കുടിയടാ പെട്ടെന്ന്. എടാ നമുക്ക് മുട്ടക്കുന്നി പോയി മുട്ടാനേനെ കൊല്ലാനുള്ളത്. ഗൈസ് മതി ഗൈസ്, നിർത്താം. നമ്മളിവിടെ വെച്ച് വീഡിയോ ഉണ്ടാക്കുന്നില്ല. വീഡിയോ ഇവിടെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഇവനെ കളിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയല്ല, ഇവനെ വെച്ച് കളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അല്ലാതെ റാപ്റ്ററിനെ പോയ സെക്കൻഡ് പാർട്ട് വരികയല്ലേ ഇതിൻ്റെ. റാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എപ്പിസോഡ് നമ്മൾ റാപ്റ്ററിനെ വെച്ച്. ഇതിനെ വെച്ച് 2 എപ്പിസോഡ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നമ്മളിന് വലിയ മൂവിനെ അടിക്കാൻ വേണം ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ വെച്ച് ലോങ് ആയിട്ടുണ്ട്. നമ്മൾ വല്ലവരെയും ഗൈസ് ഇവനെന്നെ റാപ്റ്ററാണ്. പുലി റാപ്റ്റർ കടിയറ അവനെ കടിയറ. എടാ നല്ല ഡാമേജ് കൊടുത്തേ. എടാ വെട്ടിച്ച് മാറ്. എടാ അവൻ കടിച്ചേരാ. കൊല്ലടാ പറ്റൂടാ. എടി ഇവന് നല്ല ഡാമേജ് കൊടുത്തേ ഞാൻ. ഇവൻ്റെ മേളിൽ ചാടിക്കയറാൻ നോക്കണേ. ഇവനെ ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. എടാ ഇവൻ ചാകണില്ല. കൊല്ലി ഇവൻ്റെ അടുത്തടിയല്ലേ എൻ്റെ. എടാ ഞാനും ചെത്തു അവനും ചെത്തുവാ. അപ്പോൾ ഗൈസ്, അടിപൊളി വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പിന്നെ ചെത്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു പുതിയ മൂവിനെ വെച്ചായിരിക്കും കളിക്കാൻ പോണത്. കാരണം ഈ എപ്പിസോഡ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ ഗൈസ്, നമ്മുടെ ടീറക്സ് ഫാൻ ആയത് കാരണം എപ്പോഴും ടീറക്സിനെ കാണാൻ നേരത്ത് കയ്യിൽ നിന്നും ഗൈസ് അത് വിട്. അപ്പോൾ നല്ലോണം കളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ഒരു ചിന്ന ബ്രേക്ക്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.